ബോട്ടണിയിലെ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കാം. പ്ലാന്റ് കിങ്ഡത്തിൽ നമ്മളൊരു പ്ലാന്റ് ഗ്രൂപ്പ് പഠിച്ചായിരുന്നു. ആൽഗെ എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പ് എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് അല്ലെ. അപ്പൊ ആ 3 പ്ലാന്റ് ഗ്രൂപ്പ്, അതായത് ആൽഗെ എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പിൽ വരുന്ന 3 ക്ലാസ്സസ്: ക്ലോറോഫേസിയ, പയോഫേസിയ, റോഡോഫേസിയ. ക്ലോറോഫേസിയ ഗ്രീൻ ആൽഗെ, പയോഫേസിയ ബ്രൗൺ ആൽഗെ, റോഡോഫേസിയ എന്ന് പറയുന്നത് റെഡ് ആൽഗെ. ആ പ്രത്യേകതകളൊന്ന് ഓടിച്ചു നോക്കാം. അതായത് ക്ലോറോഫേസിയയിൽ പ്രധാനമായിട്ടുള്ള പിഗ്മെന്റ് എന്ന് പറയുന്നത് എയും ബിയും ആണ്. പയോഫേസിയയിലാണെങ്കിലോ എയും സിയും, പിന്നെ സാന്തോഫിൽ പിഗ്മെന്റിന്റെ കാര്യം പറഞ്ഞു, ട്യൂക്കോസാന്തിൻ. അതുപോലെ റോഡോഫേസിയയിലാണെങ്കിൽ എയും ഡിയും, പിന്നെ റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ഫൈക്കോ എറിത്രിൻ. അപ്പൊ ഫൈക്കോ എറിത്രിൻ റോഡോഫേസിയയിൽ മാത്രം ഉള്ളതാണ്. ട്യൂക്കോസാന്തിൻ ബ്രൗൺ ആൽഗെ പയോഫേസിയയിൽ മാത്രം ഉള്ളതാണ്. പിന്നെ നമ്മൾ അതിനകത്ത് സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് മെറ്റീരിയൽ കൊണ്ടാണ്? ക്ലോറോഫേസിയൽ നമ്മൾ പറഞ്ഞു സെല്ലുലോസിക് സെൽവാളാണ്. അതിന്റെ കൂടെ എന്തുകൊണ്ട്? പെക്റ്റിന്റെ കവറിംഗ് ലെയർ ഉണ്ട്. പയോഫേസിയൽ നമ്മൾ പറഞ്ഞു സെല്ലുലോസിക് സെൽവാളിന് പുറമെ ന്യൂസിലാൻഡിന്റെ സ്കോട്ടായിട്ട് എന്ത് വരുന്നു? ആൽജിൻ കൊണ്ടുണ്ടാക്കിയ വാൾ ലെയർ വരുന്നുണ്ട്. റോഡോഫേസിയ പറയുമ്പോൾ സെല്ലുലോസിക് സെൽവാളുണ്ട്. പിന്നെ ഇത് കൂടാതെ പെക്റ്റിൻ, പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ്, ഇതൊക്കെ സെൽവാൾ കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ്. റിസർവ്ഡ് മെറ്റീരിയൽ പറഞ്ഞു. ക്ലോറോഫേസിയയിലാണെങ്കിൽ മെയിൻ ആയിട്ട് സ്റ്റാർച്ച് ആണ്. അതേസമയം പയോഫേസിയയിലാണെങ്കിൽ ലാമിനാരിനും മാനിറ്റോളുമാണ്. റോഡോഫേസിയയിലാണെങ്കിൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ് പ്രധാനപ്പെട്ട ഫുഡ് മെറ്റീരിയൽ, റിസർവ് ഫുഡ് മെറ്റീരിയൽ. പിന്നെ നമ്മൾ അതിന്റെ ഓരോന്നിന്റെയും ഗ്രൂപ്പിന്റെ പ്രത്യേകതകൾ, എക്സാമ്പിൾസ്, ലൈഫ് സൈക്കിൾ, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ബ്രിയോഫൈറ്റ്സ് എന്ന് പറയും. ബ്രിയോഫൈറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ബ്രിയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എവിടെ കാണുന്നു? പൊതുവെ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് ആണ്. ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ കാണപ്പെടുന്ന ഒന്നാണ് ബ്രിയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഷെയ്ഡഡ് ഏരിയാസിൽ കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ നമുക്കറിയാം, ശരിക്കും പറഞ്ഞാൽ വാൾ ഏരിയയിലൊക്കെ കൂടുതലായിട്ട് കാണുന്നത്, ഷെയ്ഡി ആയിട്ടുള്ള ഏരിയയിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓർഗാനിസം ആണ് ബ്രിയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് താലോയിഡ് നേച്ചറിലുള്ള പ്ലാന്റ് ബോഡിയും ഉണ്ട്. താലസ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ ആൽഗിയില്? താലസ് നമ്മൾ എന്തോ പറഞ്ഞത്? അൺഡിഫറൻഷിയേറ്റഡ് ആണ് പ്ലാന്റ് ബോഡി. അപ്പൊ താലസിന്റെ നേച്ചറിൽ കാണപ്പെടുന്ന പ്ലാന്റ് ബോഡിയും ഉണ്ട്. അതോടൊപ്പം ഇറക്റ്റ് ഹാബിറ്റിൽ അഡ്വാൻസ്ഡ് മെമ്പേഴ്സിന് കുറച്ച് ഇറക്റ്റ് ആയിട്ട് വളരുന്ന പ്ലാന്റ്സ് ആണ് കാണപ്പെടുന്നത്. അതായത് റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് പാർട്സ് ഒക്കെ ഉണ്ട്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് റൂട്ടും ലീഫും അല്ല എങ്കിലും അതുപോലെ ഇരിക്കുന്ന ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക്, റൂട്ട് ലൈക്ക് പാർട്സ് ബ്രിയോഫൈറ്റ്സിനുണ്ട്. അപ്പൊ ചിലത് താലോയിഡ് നേച്ചറാണ്, ചിലത് ഇറക്റ്റ് ഹാബിറ്റാറ്റ് ആണ്. ബ്രിയോഫൈറ്റ്സിൽ ഒരു പ്രധാന സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആംബിബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം എന്നാണ് അറിയപ്പെടുന്നത്. ബ്രിയോഫൈറ്റ്സിന് നമ്മൾ ആംബിബിയൻസ് എന്ന് പറഞ്ഞാൽ, ആംബിബിയൻസ് അറിയാം, ഉഭയജീവികൾ കരയിലും വെള്ളത്തിലും കാണപ്പെടുന്നതാണ് അല്ലെ. പ്ലാന്റ് കിങ്ഡത്തിലെ ആംബിബിയൻസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ബ്രിയോഫൈറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ആംബിബിയൻസ് എന്ന് പറയുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു ടെറസ്ട്രിയൽ ആണ്, മോയിസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയാസിലാണ് ബ്രിയോഫൈറ്റ് പൊതുവെ കാണുന്നത് എന്നാണ് പറഞ്ഞത്. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ വാട്ടറിന്റെ പ്രസൻസ് അത്യാവശ്യമാണ്. അപ്പൊ വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ്സിൽ എന്ത് നടക്കത്തുള്ളൂ? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. അപ്പം ടെറസ്ട്രിയലാണ്, ലാൻഡ് ഏരിയയിലാണ് കാണുന്നതെങ്കിലും അറ്റ് ദ ടൈം ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ദ ഗ്രൂപ്പ് ബ്രിയോഫൈറ്റ്സ് നീഡ് വാട്ടർ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ആംബിബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ടെറസ്ട്രിയലാണ്, മോയിസ്റ്റ് ഷെയ്ഡഡ് ഏരിയാസിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അതിനറിയപ്പെടുന്നത് എന്താണ്? ആംബിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്നാണ്. പ്ലാന്റ്സിനെ നമ്മൾ 2 രീതിയിൽ പറഞ്ഞു. ഒന്നുകിൽ അത് താലോയിഡ് നേച്ചറിലായിരിക്കും, അല്ലെങ്കിൽ ഇറക്റ്റ് ആയിട്ട് വളരുന്ന പ്ലാന്റ്സ് ആയിരിക്കും. അതായത് ഇറക്റ്റ് ഹാബിറ്റിലായിരിക്കും പ്ലാന്റ്സ് കാണുന്നത്. ഏത് തരത്തിലുള്ള പ്ലാന്റ്സ് ആണെങ്കിലും ഈ പ്ലാന്റ്സ് ഏത് സബ്സ്ട്രേറ്റത്തിലാണോ അറ്റാച്ച് ചെയ്ത്, എവിടെയാണോ പിടിച്ച് വളരുന്നത്, ആ സബ്സ്ട്രേറ്റത്തിൽ അത് യൂണിസെല്ലുലാർ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള റൈസോയിഡ്സ് ഉപയോഗിച്ചാണ് അറ്റാച്ച്മെന്റും അതുപോലെ തന്നെ അബ്സോർപ്ഷനും നടത്തുന്നത്. വാട്ടറും മിനറൽ അയോൺസ് അബ്സോർബ് ചെയ്യുന്നു, അല്ല അറ്റാച്ച്മെന്റ് ഇതൊക്കെ നടക്കുക എന്നുള്ള ഫംഗ്ഷൻ നിർവഹിക്കുന്നത് റൈസോയിഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ബ്രിയോഫൈറ്റ്സിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. സോയിൽ ഇറോഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ബ്രിയോഫൈറ്റ്സിനുണ്ടെന്നാണ്. ബ്രിയോഫൈറ്റ്സിന്റെ പ്രോമിനന്റ് പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് നേച്ചറിലുള്ള പ്ലാന്റ് ബോഡിയാണ്. അതുപോലെ തന്നെ ഹാപ്ലോയിഡ് നേച്ചറിലുള്ള പ്ലാന്റ് ബോഡി ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ഗ്യാമറ്റോഫൈറ്റ് എന്നാണ് പറയുന്നത്.
ഗ്യാമിറ്റോഫൈറ്റ്. ഗ്യാമേറ്റ് പ്രൊഡ്യൂസിങ് സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് അറിയപ്പെടുന്നത്? ഗ്യാമിറ്റോഫൈറ്റ്. ഗ്യാമിറ്റോഫൈറ്റ് ആയിരിക്കും സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ടൈമില് മെയിൽ ഗ്യാമേറ്റ്സ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ വരുന്ന സമയത്ത് ഈ ഗ്യാമിറ്റോഫൈറ്റ് മൾട്ടി സെല്ലുലാർ സെക്സ് ഓർഗൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ സെക്സ് ഓർഗൻസ് എന്താണെന്ന് പറയാം? മൾട്ടി സെല്ലുലാർ ആണ്. രണ്ട് തരത്തിലുള്ള സെക്സ് ഓർഗൻസ് ഉണ്ട്. ഒന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ മെയിൽ സെക്സ് ഓർഗനെ നമ്മൾ ആന്തറിഡിയം എന്നാണ് പറയുന്നത്. അതും മൾട്ടി സെല്ലുലാർ നേച്ചറിൽ ആണ് കാണപ്പെടുന്നത്. ഒരു വാളിയറും ഇതുപോലെ മൾട്ടി സെല്ലുലാർ നേച്ചറിലാണ് ആന്തറിഡിയം കാണപ്പെടുന്നത്. ഈ ആന്തറിഡിയത്തിൽ നിന്നാണ് എന്താ പറയുന്നത് മെയിൽ ഗാമേറ്റ് അല്ലെങ്കിൽ ആന്തറോസൂയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബോഡി എന്താണ്? ഗ്യാമിറ്റോഫൈറ്റ് ആണ്. ഈ ഗ്യാമിറ്റോഫൈറ്റ് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ടൈമിൽ സെക്സ് ഓർഗനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിലെ സെക്സ് ഓർഗൻസ് പൊതുവെ മൾട്ടി സെല്ലുലാർ ആണ്. മെയിൽ സെക്സ് ഓർഗൻ നമുക്ക് എന്ത് വിളിക്കാം? ആന്തറിഡിയം എന്ന് പറയാം. ഈ ആന്തറിഡിയത്തിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗാമേറ്റ് അതിന് നമ്മൾ ആന്തറോസൂയിഡ്സ് എന്നാണ് പറയുന്നത്. പൊതുവെ ബൈഫ്ലജലേറ്റഡ് ആയിട്ടുള്ള മെയിൽ ഗാമേറ്റ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ആർക്കിഗോണിയം ആണ്. ആർക്കിഗോണിയം എന്ന് പറയുന്നത് പൊതുവെ ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചറിലാണ് കാണപ്പെടുന്നത്. ഒരു വെന്റർ എന്ന് പറയുന്ന ഒരു സൊള്ളൻ പാർട്ടും ഒരു ഇലോങ്ങേറ്റഡ് നെക്കും കാണും. ഈ വെന്ററിനുള്ളിലായിട്ടാണ് നമ്മുടെ എഗ് അഥവാ ഫീമെയിൽ ഗാമേറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഫ്ലാസ്ക് ഷേപ്ഡ് നേച്ചറിലാണ് ആർക്കിഗോണിയം എന്ന് പറയുന്ന ഫീമെയിൽ സെക്സ് ഓർഗൻ കാണുന്നത്. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ആന്തറിഡിയം. ആന്തറിഡിയത്തിനകത്ത് ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗാമേറ്റ് അല്ലെങ്കിൽ ആന്തറോസൂയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആന്തറോസൂയിഡ്സ് ബൈഫ്ലജലേറ്റഡ് നേച്ചറിലാണ് കാണുന്നത്. ഇനി വാട്ടറിന്റെ പ്രസൻസിൽ ഈ ആന്തറോസൂയിഡ്സ് എവിടെ വരുന്നോ? ആർക്കിഗോണിയത്തിന്റെ സമീപം എത്തുകയും ഇതിനുള്ളിലേക്ക് എൻ്റർ ചെയ്ത് ഈ ആന്തറോസൂയിഡ്സ് ഫീമെയിൽ ഗാമേറ്റുമായിട്ട് ഫ്യൂഷൻ നടക്കും. അതിന്റെ ഫലമായിട്ട് ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ട് ഫ്യൂഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സൈഗോട്ട്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ഡിപ്ലോയിഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? സൈഗോട്ട് എന്നോ. പ്ലാന്റ്സ് പൊതുവെ ഹാപ്ലോയിഡ് ആണ് എങ്കിലും ഇവിടെ സൈഗോട്ട് വളരെ പെട്ടെന്ന് എന്തിന് വിധേയമാകുന്നില്ല? റിഡക്ഷൻ ഡിവിഷന് വിധേയമാകുന്നില്ല. അതായത് സൈഗോട്ടിന് ഫർദർ ഡെവലപ്മെന്റ് നടന്ന് ഒരു ഡിപ്ലോയിഡ് സ്റ്റേജ് ഉണ്ടാകും. ഈ ഡിപ്ലോയിഡ് സ്റ്റേജിനെ നമ്മൾ സ്പോറോഫൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയോ? പ്ലാൻ ബോഡി, പ്രോമിനന്റ് പ്ലാൻ ബോഡി എന്താണ്? ഹാപ്ലോയിഡ് നേച്ചറിലാണ്. നമ്മൾ അതിനെ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് പറയും. ഈ ഗ്യാമിറ്റോഫൈറ്റ് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ടൈമിൽ സെക്സ് ഓർഗൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. മെയിൽ സെക്സ് ഓർഗൻ ആന്തറിഡിയം ആണ്. അതുപോലെ ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയം എന്നറിയപ്പെടുന്നു. ആന്തറിഡിയത്തില് ബൈഫ്ലജലേറ്റഡ് ആന്തറോസൂയിഡ്സ് ഉണ്ടാകുന്നു. ആർക്കിഗോണിയം പൊതുവെ ഫ്ലാസ്ക് ഷേപ്ഡ് നേച്ചറിലാണ്, സിംഗിൾ എഗ് ആയിരിക്കും കാണുന്നത്. വാട്ടറിന്റെ പ്രസൻസിൽ ആന്തറോസൂയിഡ്സ് ഈ ആർക്കിഗോണിയത്തിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഫീമെയിൽ ഗാമേറ്റ് അല്ലെങ്കിൽ എഗ്ഗുമായിട്ട് ഫ്യൂഷൻ നടന്നു ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. ഫസ്റ്റ് ഡിപ്ലോയിഡ് സ്റ്റേജ് ലൈഫ് സൈക്കിളിലെ ഫസ്റ്റ് ഡിപ്ലോയിഡ് സ്റ്റേജ് സൈഗോട്ട് ആണ്. സൈഗോട്ട് ഡെവലപ്പ് ചെയ്താണ് ഇതായിട്ട് മാറുന്നത് സ്പോറോഫൈറ്റ് ആയിട്ട് മാറുന്നത്. ഒരു ടിപ്പിക്കൽ സ്പോറോഫൈറ്റിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്: ഫുഡ്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. സ്പോറോഫൈറ്റിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ഓൺ ഗ്യാമിറ്റോഫൈറ്റ്. പൂർണ്ണമായിട്ട് ഗ്യാമിറ്റോഫൈറ്റിനെ ആശ്രയിച്ചുകൊണ്ട് ലൈഫ് സൈക്കിള് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പാർട്ടാണ്, സ്റ്റേജ് ആണ് സ്പോറോഫൈറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ സ്പോറോഫൈറ്റിക് സ്റ്റേജിന് ഫുഡ്, സീറ്റ, ക്യാപ്സ്യൂൾ എന്നിങ്ങനെ 3 ഭാഗങ്ങളുണ്ട്. ഈ ഫുഡ് റീജിയൻ ആണ് ഗ്യാമിറ്റോഫൈറ്റിലേക്ക് ഇൻസർട്ട് ചെയ്ത് കാണപ്പെടുന്നത്. ഈ സ്പോറോഫൈറ്റിന്റെ ഫങ്ഷണൽ പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? ക്യാപ്സ്യൂൾ എന്ന് പറയും. ക്യാപ്സ്യൂളിനകത്ത് സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ട്. ഇതിനകത്ത് സെൽസ് സ്പോർ മദർ സെൽസ് ആണ്. ഈ സെൽസിന് റിഡക്ഷൻ ഡിവിഷൻ അഥവാ മിയോസിസ് സംഭവിച്ച് എന്തുണ്ടാകുന്നു? ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാകും. ഈ സ്പോർസ് ഡെവലപ്പ് ചെയ്ത ഒരു ഗ്യാമിറ്റോഫൈറ്റ് ആയിട്ട് മാറും. ചെറിയ മനസ്സിലായോ? സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നു. സ്പോറോഫൈറ്റിൽ റിഡക്ഷൻ ഡിവിഷന്റെ ഫലമായിട്ട്
ഹാപ്ലോയിഡ് സ്പോർട്സ് ഉണ്ടാകുന്നു. സ്പോർട്സ് ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറും. ഈ രീതിയിൽ ലൈഫ് സൈക്കിള് റിപ്പീറ്റ് ചെയ്യുന്നു. ബ്രയോഫൈറ്റ്സിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നമ്മൾ മറ്റ് പ്ലാന്റ് ഗ്രൂപ്പ്സിലൊക്കെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിച്ചു. വളരെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിലും കുറച്ച് ഇമ്പോർട്ടൻസ് എന്തിനുമുണ്ട്? ബ്രയോഫൈറ്റ്സ് ഗ്രൂപ്പിന്റെ ചില മെമ്പേഴ്സിനുമുണ്ട്. ചില സ്പീഷീസ്, ബ്രയോഫൈറ്റിന്റെ ചില സ്പീഷീസ് കാറ്റിൽ ഫീഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഹെർബേഷ്യസ് ആയിട്ടുള്ള മാമൽസ്, ചില ബേർഡ്സ് ഒക്കെ ഫീഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ചില സ്പീഷീസിന് എന്തായിട്ട് മാറുന്നു? കാറ്റിൽ ഫീഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. സ്വാഗ്നം എന്ന് പറയുന്ന ഒരു ബ്രയോഫൈറ്റ് ഉണ്ട്. അഡ്വാൻസ്ഡ് ഗ്രൂപ്പിൽ വരുന്ന ഒരു ബ്രയോഫൈറ്റ് ആണ് സ്വാഗ്നം എന്ന് പറയുന്നത്. പിന്നെ പീറ്റ്മോസ് എന്നും പറയാം. ഇതിനൊരു പ്രത്യേകത, ഇത് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നു. സ്വാഗ്നത്തിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇതുകൂടാതെ ഇതിന് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. വാട്ടർ ഹോൾഡ് ചെയ്ത് നിർത്താൻ, കൂടുതൽ സമയം നിലനിർത്താനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പാക്കേജിങ്ങിനും മെറ്റീരിയൽ ഡെലിവറി ആൻഡ് പാക്കേജിങ് ഓഫ് മെറ്റീരിയൽ, അതായത് ഫ്രഷ് ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ പാക്ക് ചെയ്ത് വളരെ കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് ഷിപ്പിംഗ് നടത്താനുള്ള ഒരു എബിലിറ്റി എന്തിനുണ്ട്? ഈ ഒരു മെറ്റീരിയലിനുണ്ട്. സ്വാഗ്നം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പാക്കിംഗ് ഓഫ് മെറ്റീരിയൽ, അതായത് ഫ്രഷ് ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ പാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എന്ത് കപ്പാസിറ്റി ഉണ്ട്? വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. മറ്റൊരു ഇമ്പോർട്ടന്റ് റോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ശരിക്കും റൈസോഴ്സ് ഉപയോഗിച്ച് ഡെൻസ് മാസായാണ് സബ്സ്ട്രേറ്റത്തിൽ ഇത് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോയിൽ ഇറോഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള എബിലിറ്റി ബ്രയോഫൈറ്റ്സിനുണ്ട്. ഇക്കോളജിക്കൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഒന്ന്, ഇക്കോളജിക്കൽ സക്സഷനില് പ്രധാന റോള് വഹിക്കും. ഇക്കോളജിക്കൽ സക്സഷൻ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ സിറാട്ട് സക്സഷൻ, അതായത് ട്രൈ ഏരിയയിൽ, റോക്കി ഏരിയയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വരുന്ന സമയത്ത് ആദ്യം ഉണ്ടാകുന്ന പ്ലാന്റ് സ്പീഷീസ് എന്ന് പറയുന്നത് ലൈക്കൻസും മോസസുമാണ്. മോസസ് വിഭാഗത്തിലുള്ളത് ബ്രയോഫൈറ്റ് വരുന്ന ഓർഗാനിസമാണ്. അപ്പൊ നമുക്ക് ഓർക്കാം, ഇക്കോളജിക്കൽ സക്സഷനിൽ പ്രധാന റോള് വഹിക്കുന്നുണ്ട്, സോയിൽ ഇറോഷനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, കാറ്റിൽ ഫീഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ പാക്ക് ചെയ്യാനും ഡെലിവറി ചെയ്യാനും ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? നമുക്ക് ബ്രയോഫൈറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഗ്രൂപ്പാണ് ബ്രയോഫൈറ്റ്സ്. പ്രധാനമായിട്ട് 2 ഗ്രൂപ്പായിട്ട് ബ്രയോഫൈറ്റ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലിവർ ബഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പും മറ്റൊന്ന് മോസസ്. അഡ്വാൻസ്ഡ് ബ്രയോഫൈറ്റ്സ് ആണ് മോസസ്. പൊതുവെ ഇറക്റ്റ് ഹാബിറ്റിൽ വളരുന്ന പ്ലാന്റ് സ്പീഷീസ് ആണ് മോസസ്. അപ്പൊ എന്തായിരിക്കും? ലിവർ ബഡ്സ് ലിവർ ഷേപ്പിൽ അല്ലെങ്കിൽ എന്താണ് താലോയുടെ നേച്ചറിൽ വളരുന്ന പ്ലാന്റ് ഗ്രൂപ്പ്സ് ആണ് പ്രധാനമായിട്ട് ലിവർ ബഡ്സിൽ വരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ താലോയുടെ നേച്ചറിൽ തന്നെ വളരുന്നത് കൊണ്ട് ആ താലസിന് ഒരു ഡോഴ്സി വെൻട്രൽ നേച്ചറാണ്. ഡോഴ്സി വെൻട്രൽ നേച്ചറിലായിരിക്കും. ഡിസ്റ്റിങ്ക്ട് ഡോർസൽ സർഫസ് അതുപോലെ തന്നെ വെൻട്രൽ സർഫസും ആണ്. ഇനി പ്ലാന്റ് ബോഡിയിൽ, ഇതിന്റെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് കൂടുതലും താലോയിഡ് ആണ്. എന്നാലും ലീഫി നേച്ചറിൽ ലീഫ് ലൈക്ക് അപ്പൻഡേജസ് ഉള്ള പ്ലാന്റ്സ് ആണ് എങ്കിൽ സ്റ്റെം ലൈക്ക് പാർട്ടിനകത്ത് എന്ത് കാണാം? 2 റോസിൽ നമുക്ക് ലീഫ് ലൈക്ക് അപ്പൻഡേജസ് കാണാൻ പറ്റും. കൂടുതലും അതെന്താണ്? താലോയിഡ് നേച്ചറിലുള്ള പ്ലാന്റ് സ്പീഷീസ് ആണ്. അതുപോലെ തന്നെ ഡിസ്റ്റിങ്ക്ട് ഡോർസൽ സർഫസ് വെൻട്രൽ സർഫസും ഉണ്ട്. പ്ലാന്റ്സ് അറ്റാച്ച് ചെയ്യുന്ന സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച്മെന്റിനായിട്ട് എന്ത് ചെയ്യുന്നു? റൈസോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ റൈസോയിഡ്സ് ഉപയോഗിച്ചാണ് ഇത് എന്ത് ചെയ്യുന്നത്? അറ്റാച്ച്മെന്റ് നടത്തുന്നത്. മനസ്സിലായോ? ലിവർ ബഡ്സ് എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പ് പൊതുവെ താലോയിഡ് നേച്ചറിലാണ് കാണപ്പെടുന്നത്. താലസ് ഡോഴ്സി വെൻട്രൽ നേച്ചറിലാണ് കാണപ്പെടുന്നത്. ഡിസ്റ്റിങ്ക്ട് ഡോർസൽ സർഫസും വെൻട്രൽ സർഫസും ഉണ്ട്. വെൻട്രൽ സർഫസിൽ എന്താണ്? റൈസോയിഡ്സ് അറ്റാച്ച്മെന്റിന് സഹായിക്കുന്നുണ്ട്. എന്നാൽ ലീഫ് ലൈക്ക് അപ്പൻഡേജസ് ഉള്ള പ്ലാന്റ്സിന്റെ കേസിൽ സ്റ്റെം ലൈക്ക് സ്ട്രക്ചറിനകത്ത് എന്ത് കാണാൻ? 2 റോസ് ആയിട്ട് ലീഫ് ലൈക്ക് അപ്പൻഡേജസ് കാണാൻ പറ്റും. പ്രധാനപ്പെട്ട മെമ്പേഴ്സ് എന്ന് പറയുന്നത് മാർക്കാൻഷ്യ, അതുപോലെ റിക്സി. ഇനി നമുക്ക് ലിവർ ബഡ്സിന്റെ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ടും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനുമാണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് നടക്കാറുണ്ട്. ചില മെമ്പേഴ്സിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് നടക്കുന്നത് എന്ന് പറയാം.
എന്നാൽ ചില മെമ്പേഴ്സിനകത്ത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ ആണ്. എന്നാൽ ചില മെമ്പേഴ്സിൽ നമുക്കറിയാം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മുടെ പാതയോരങ്ങളിൽ പ്രധാനമായിട്ടും റോസറ്റ് ഷേപ്പിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇങ്ങനെ പ്ലാന്റ് സ്പീഷീസിനെ കാണാം. റോസറ്റ് ആയിട്ടാണ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. ഡോഴ്സി വണ്ടലായിട്ടുള്ള താലസ് ഇതുപോലെ റോസറ്റ് ഷേപ്പിൽ നമുക്ക് അറേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും പച്ച നിറത്തിൽ. അപ്പം നോർമലി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഒന്നുകിൽ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് എന്ന് പറഞ്ഞു. ഇനി കുറച്ച് ചില മെമ്പേഴ്സിനകത്താണ് എങ്കിൽ ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ റിസപ്റ്റക്കിളിലേക്ക് പ്രത്യേക രീതിയിലുള്ള ബഡ്സ് ഡെവലപ്പ് ചെയ്യും. ഈ ബഡ്സിനെ നമ്മൾ ജമ്മ കപ്സ് എന്നാണ് പറയുന്നത്. ഈ ജമ്മ കപ്സിനകത്ത് എന്തുണ്ട്? ജെമ്മെ എന്ന് പറയുന്ന സെക്ഷൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് പ്രസന്റ് ആയിരിക്കും. അപ്പം ഇതൊരു പ്രത്യേകതയാണ്. ജമ്മ എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ എസെക്ഷൽ ബഡ്സ് ആണ്. പ്രത്യേകം ഷേപ്പിലുള്ള ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചറിലുള്ള റിസപ്റ്റക്കിളിനുള്ളിലാണ് ജമ്മ കാണുന്നത്. പ്ലൂറൽ നമ്മൾ ജമ്മ എന്ന് വിളിക്കും. ഇതിന്റെ ആ റിസപ്റ്റക്കിളിനെ നമ്മൾ ജമ്മ കപ്സ് എന്ന് പറയും. മെച്ചുറേഷൻ പൂർത്തിയാകുമ്പോൾ ഈ എസെക്ഷൽ ബഡ് പേരന്റ് പ്ലാന്റിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് അതിന് ചേരുന്ന സബ്സ്ട്രേറ്റത്തിൽ വന്ന് വീണ് അതൊരു കംപ്ലീറ്റ് താലോയിഡ് സ്ട്രക്ചർ ആയിട്ട് മാറും. ഇപ്പൊ രണ്ട് രീതിയിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. ഒന്ന് ഫ്രാഗ്മെന്റേഷൻ, മറ്റൊന്ന് ജെമ്മെ എന്ന് പറയുന്ന സെക്ഷൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് റീപ്രൊഡക്ഷനിൽ വരുന്നു. നെക്സ്റ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് അല്ലെ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു മൾട്ടി സെല്ലുലാർ സെക്സ് ഓർഗൻസ് ആണ് ബ്രിയോഫൈറ്റ്സിൽ വരുന്നത്. അതില് നമ്മുടെ മെയിൽ സെക്സ് ഓർഗന് ആന്തറിഡിയം എന്ന് പറയും, ഫീമെയിൽ സെക്സ് ഓർഗന് ആർക്കിഗോണിയം എന്ന് പറയും. ബ്രിയോഫൈറ്റ്സിന്റെ കേസിൽ നമ്മൾ ആ ലൈഫ് സൈക്കിൾ ആയിട്ട് പഠിക്കുന്നതാണ് വളരെ എളുപ്പം എന്ന് പറയുന്നത്. അപ്പൊ പ്രോമിനന്റ് പ്ലാന്റ് ബോഡി ബ്രിയോഫൈറ്റ്സിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? ഗാമറ്റോഫൈറ്റ് ആണ് പ്രോമിനന്റ് പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒന്നുകിൽ ഒരു താലസിൽ തന്നെ രണ്ട് സെക്സ് ഓർഗൻ ഉണ്ടാകും, അല്ലെങ്കിൽ രണ്ട് പ്ലാന്റിലായിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാകും. ഏതാണ് എങ്കിലും മെയിൽ സെക്സ് ഓർഗനെ നമ്മൾ എന്ത് വിളിക്കും? ആന്തറിഡിയം എന്ന് വിളിക്കും. ഫീമെയിൽ സെക്സ് ഓർഗനെ നമുക്ക് ആർക്കിഗോണിയം എന്ന് പറയും. ക്ലിയർ ആയോ? ഇനി ആന്തറിഡിയത്തിൽ എന്തുണ്ടാകുന്നു? മെയിൽ ഗാമേറ്റ്. മെയിൽ ഗാമേറ്റിനെ നമ്മൾ ആന്തറോസൂയിഡ്സ് എന്നാണ് പഠിച്ചത്. ബൈഫ്ലജലേറ്റഡ് ആയിട്ടുള്ള മെയിൽ ഗാമേറ്റ് ആണ് ആന്തറോസൂയിഡ്സ് എന്ന് പറയുന്നത്. അതേസമയം ആർക്കിഗോണിയത്തില് ഫീമെയിൽ ഗാമേറ്റ് ആണ്, അതിന് നമ്മൾ എഗ് അല്ലെങ്കിൽ ഓവം എന്ന് പറയും. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗാമറ്റോഫൈറ്റ് മെയിൽ സെക്സ് ഓർഗൻ ആയിട്ട് ആന്തറിഡിയവും ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയവും പ്രൊഡ്യൂസ് ചെയ്യും. ആന്തറിഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗാമേറ്റ് ആന്തറോസൂയിഡ്സ് ആണ്. ആർക്കിഗോണിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽ ഗാമേറ്റിന് നമുക്ക് എഗ് എന്ന് വിളിക്കാം. ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, ഗാമറ്റിക് യൂണിയൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്യൂഷൻ പ്രോഡക്റ്റ് എന്താണ്? സൈഗോട്ട്. ഡിപ്ലോയിഡ് നേച്ചറിലുള്ള സൈഗോട്ട് ആണ് ഇവിടുത്തെ ഫ്യൂഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എന്താകുന്നു? നേരത്തെ പറഞ്ഞില്ലേ സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ടാകും. സ്പോറോഫൈറ്റിന്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിപെൻഡന്റ് ഓൺ ഗാമറ്റോഫൈറ്റ്. ഗാമറ്റോഫൈറ്റിനെ പൂർണ്ണമായും ഡിപെൻഡ് ചെയ്യുന്ന സ്പോറോഫൈറ്റ് ആണ് ബ്രിയോഫൈറ്റ്സിൽ വരുന്നത്. ഈ സ്പോറോഫൈറ്റിന് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂളിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ട്. അതിന് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് എന്തുണ്ടാകുന്നു? സ്പോർസ് ഉണ്ടാകും. സ്പോർസ് ഡെവലപ്പ് ചെയ്ത ഗാമറ്റോഫൈറ്റ് ഉണ്ടാകുന്നു. ഇങ്ങനെ സൈക്ലിക് പ്രോസസ് ആയിട്ടാണ് ഇതിന്റെ ലൈഫ് സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ നോക്കി ഇവിടെ ലൈഫ് സൈക്കിളിൽ നമുക്കൊരു പോയിന്റ് കൂടെ പഠിക്കണം. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഹാപ്ലോയിഡ് സ്റ്റേജും ഡിപ്ലോയിഡ് സ്റ്റേജും ആൾട്ടർനേറ്റ് ചെയ്തിവിടെ വരുന്നു അല്ലേ. ഗാമറ്റോഫൈറ്റ് ജനറേഷൻ വന്നിട്ട് അടുത്ത സ്റ്റേജ് എന്താണ്? ഡിപ്ലോയിഡ് ജനറേഷൻ ആണ്. വീണ്ടും ഗാമറ്റോഫൈറ്റ്, then സ്പോറോഫൈറ്റ്. അപ്പൊ ആൾട്ടർനേഷൻ ഓഫ് ഗാമറ്റോഫൈറ്റ് ആൻഡ് സ്പോറോഫൈറ്റ് അല്ലെങ്കിൽ ഹാപ്ലോയിഡ് സ്റ്റേജ് ആൻഡ് ഡിപ്ലോയിഡ് സ്റ്റേജ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഇവിടെ നോക്കിയ സ്പോർസ് തൊട്ട് ഇവിടെ വരെ ഗാമേറ്റ് ഫോർമേഷൻ വരെ നമുക്ക് എന്തെന്ന് പറയാം? ഹാപ്ലോയിഡ് സ്റ്റേജ് എന്ന് പറഞ്ഞൂടെ. പ്രോമിനന്റ് പ്ലാന്റ് ബോഡി ഗാമറ്റോഫൈറ്റ് ആണ്.
ആ ഗാമറ്റോഫൈറ്റിൽ നിന്ന് സെക്സ് ഓർഗൻ വരുന്നത് വരെ നമുക്ക് എന്ത് പറയാം? ഹാപ്ലോയിഡ് സ്റ്റേജ് എന്ന് പറയാം. എന്നാൽ ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് തൊട്ട് സ്പോറോഫൈറ്റ് വരെ നമുക്ക് എന്ത് പറയാം? ഡിപ്ലോയിഡ് ആണ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ ഏകദേശം ലൈഫ് സൈക്കിളിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് സ്റ്റേജിന് വരുന്നത്. അതുകൊണ്ട് ലൈഫ് സൈക്കിൾ എന്തുണ്ടെന്ന് പറയാം? ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട് എന്ന് പറയാം. ലൈഫ് സൈക്കിൾ ഷോസ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇവിടെ ഹാപ്ലോയിഡും ഡിപ്ലോയിഡും ജനറേഷനും ആൾട്ടർനേറ്റ് ചെയ്ത് വളരെ ലെങ്തി ആയിട്ട് രണ്ടിനും ഏകദേശം ഈക്വൽ ഡ്യൂറേഷൻ ഉണ്ട് ലൈഫ് സൈക്കിളിൽ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ലൈഫ് സൈക്കിളിന് നമ്മൾ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്നാണ് പറയുന്നത്. ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയും. ഈ ലൈഫ് സൈക്കിൾ ഞാൻ ഇവിടെ പറയുന്നതിന്റെ ഒരു പ്രധാന കാരണമുണ്ട്. ആൽഗയിലാണ് എങ്കിൽ അവിടെ പ്രോമിനന്റ് ബോഡി ഹാപ്ലോയിഡ് നേച്ചർ ആണ്. പക്ഷെ സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ സൈഗോട്ട് എന്ന് പറഞ്ഞൊരു ഡിപ്ലോയിഡ് സ്റ്റേജ് അവിടെ ഉണ്ടാകുന്നു. സൈഗോട്ട് വളരെ പെട്ടെന്ന് എന്തായിട്ട് മാറുന്നു? റിഡക്ഷൻ ഡിവിഷനിലൂടെ ഹാപ്ലോയിഡ് സ്പോർട്സ് ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ബ്രയോഫൈറ്റിൽ ഹാപ്ലോയിഡ് ജനറേഷൻ ആൾട്ടർനേറ്റ് ചെയ്ത് ഡിപ്ലോയിഡ് ജനറേഷൻ വരുന്നു. ലൈഫ് സൈക്കിളിൽ ആൾട്ടർനേഷൻ ജനറേഷൻ ഉണ്ട്. അതുകൊണ്ട് ലൈഫ് സൈക്കിൾ നമുക്ക് എന്ത് വിളിക്കാം? ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയും. ലിവർ ബഡ്സിന്റെ ലൈഫ് സൈക്കിൾ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്താണെന്ന് പറഞ്ഞത്? മോസസ് ആണ് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്യൂണേറിയ, സ്ഫാഗ്നം, പോളിട്രിക്കം എന്നിങ്ങനെയാണ് എക്സാമ്പിൾ പറയുന്നത്. ഇപ്പൊ മോസസിനകത്ത് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്യൂണേറിയ, അതുപോലെ തന്നെ പിന്നെ പോളിട്രിക്കം, അതുപോലെ സ്ഫാഗ്നം, നേരത്തെ പീറ്റ്മോസ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇത് ഇത്രയുമാണ് പ്രധാനപ്പെട്ട എക്സാമ്പിൾസ്. നമ്മുടെ ലിവർ ബഡ്സിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഇറക്റ്റ് നേച്ചറിൽ കാണപ്പെടുന്ന പ്ലാന്റ്സ് ആണ് എന്ന് പറയുന്നത് മോസസ് എന്ന് പറയുന്നത്. മോസസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അതിന് ലീഫ് ലൈക്ക് പാർട്ട് ഉണ്ട്, റൂട്ട് ലൈക്ക് റൈസോയിഡ്സ് ഉണ്ട്, സ്റ്റെം ലൈക്ക് പാർട്ട് പ്രസന്റ് ആണ്. റൂട്ടിലേക്ക്, ലീഫിലേക്ക്, റൂട്ടിലേക്ക് പാർട്ടുണ്ട്, സ്റ്റെമ്മിലേക്ക് പാർട്ടുണ്ട്, ലീഫിലേക്ക് പാർട്ടും ഉണ്ട്. പൊതുവെ ഇറക്റ്റ് പ്ലാൻ ബോഡിയാണ് മോസസിന് എന്ന് പറയുന്നത്. ഈ ഇറക്റ്റ് പ്ലാൻ ബോഡി നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഗാമിറ്റോഫൈറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ, മോസസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്റ്റേജസ് ആണ്, രണ്ട് തരത്തിൽ ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ് ഉണ്ടാകും. അതിൽ ഫസ്റ്റ് ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത് ആൽഗയുമായിട്ട് വളരെയധികം സിമിലാരിറ്റി കാണിക്കുന്ന പ്രൈമറി ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ് ആണ്. ഈ പ്രൈമറി ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ആൽഗയെ പോലെ ഫിലമെന്റസ് നേച്ചറിൽ കാണപ്പെടുന്ന ഒന്നാണ്. പ്രൈമറി ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ്, ഇതിനെ നമ്മൾ പ്രോട്ടോനീമ എന്നാണ് പറയുന്നത്. മെച്ചുറേഷൻ പൂർത്തിയാക്കുമ്പോൾ ഈ പ്രോട്ടോനീമയിൽ നിന്ന് ബഡ്സ് ഡെവലപ്പ് ചെയ്യുകയും ഈ ബഡ്സ് ആണ് എന്തായിട്ട് മാറുന്നത്? മെച്യൂർ ചെയ്ത് സെക്കൻഡറി ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ് ആയിട്ട് മാറും. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് പ്രൈമറി ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോനീമയാണ്. പ്രോട്ടോനീമയിൽ നിന്ന് ബഡ്സ് ഡെവലപ്പ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്താണ് സെക്കൻഡറി ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ് ഉണ്ടാകുന്നത്. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? ലീഫി സ്റ്റേജ് എന്നാണ് പറയുന്നത്. അപ്പം പ്രോട്ടോനീമ എന്ന് പറയുന്നത് പ്രൈമറി ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ്, ലീഫി സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡറി ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ് ആണ്. മനസ്സിലായോ? ഇനി ഇതിന്റെ റീപ്രൊഡക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിൽ നമ്മൾ പറഞ്ഞ റൂട്ടിലേക്ക്, സ്റ്റെമ്മിലേക്ക്, ലീഫിലേക്ക് പാർട്സ് എന്തിനുണ്ട്? മോസസിന് പ്രധാനമായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. മോസസിന്റെയും റീപ്രൊഡക്ഷൻ മനസ്സിലാകാൻ എളുപ്പം എന്ന് പറയുന്നത് അതിന്റെ ലൈഫ് സൈക്കിളിലേക്ക് ഇറങ്ങി ചെന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മോസസിനുണ്ട്. പല സെക്കൻഡറി ഗാമിറ്റോഫൈറ്റ്, അതായത് ലീഫി സ്റ്റേജിലാണ് എങ്കിൽ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. പ്രൈമറി ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ് എന്ന് പറയുന്ന പ്രോട്ടോനീമയിൽ ബഡ്സ് വഴിയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡറി ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ് രണ്ട് തരത്തിൽ, ഒരു പ്ലാന്റ് ആകാം അല്ലെങ്കിൽ രണ്ട് പ്ലാന്റ് ആകാം. സെക്സ് ഓർഗൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഒന്നുകിൽ മെയിലും ഫീമെയിലും ഒരു പ്ലാന്റിൽ അല്ലെങ്കിൽ എന്താണ് സെപ്പറേറ്റ് പ്ലാന്റ്സിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെയിൽ സെക്സ് ഓർഗനെ നമുക്ക് ആന്തറിഡിയം എന്ന് വിളിക്കാം.
ഫീമെയിൽ സെക്സ് ഓർഗനെ നമുക്ക് എന്ത് വിളിക്കാം? ആർക്കിഗോണിയ എന്ന് പറയും. ഇനി ആന്ത്രഡിയത്തിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? മെയിൽ ഗാമീറ്റ്സ് ആന്ത്രഡിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ആന്തറോസൂയിഡ്സ് എന്ന് പറയാം. ആന്തറോസൂയിഡ്സ്. ഫീമെയിൽ ഗാമേറ്റ് ആണ് ആർക്കിഗോണിയത്തിൽ ഉണ്ടാകുന്നത്. അതിന് നമ്മൾ എഗ് അല്ലെങ്കിൽ ഓവം എന്ന് പറയും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? ഡിപ്ലോയിഡ് സ്റ്റേജ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്യും. ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്താണ് സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നത്. സ്പോറോഫൈറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? കംപ്ലീറ്റ്ലി ഡിപെൻഡന്റ് ഓൺ ഗാമറ്റോഫൈറ്റ്. അതായത് ഇതുവരെ ഗാമറ്റോഫൈറ്റ് ആണ്, ഇത് ഇത്രയും ഗാമറ്റോഫൈറ്റ് ആണ്. ഈ കാണുന്നത് എന്താണ്? സ്പോറോഫൈറ്റ് ആണ്. പൂർണ്ണമായിട്ട് സ്പോറോഫൈറ്റ് ഗാമറ്റോഫൈറ്റിനെ ഡിപെൻഡ് ചെയ്താണ് കാണപ്പെടുന്നത്. ഈ സ്പോറോഫൈറ്റിന് എന്തുണ്ട്? ഉള്ളില് ഫൂട്ട്, ഇലോങ്ങേറ്റഡ് പാർട്ട് സീറ്റ, ഫങ്ഷണൽ പാർട്ട് ക്യാപ്സ്യൂൾ. അപ്പൊ നമുക്ക് പറയാം സ്പോറോഫൈറ്റില് ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂളാണ് ഫങ്ഷണൽ പാർട്ട്. ആ ക്യാപ്സ്യൂളില് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് എന്തുണ്ടാകുന്നു? സ്പോർസ്, അതായത് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാകും. ഈ സ്പോർസ് ഡെവലപ്പ് ചെയ്ത് പ്രൈമറി ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ആണ് നമ്മൾ പ്രോട്ടോനീമ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ബഡ്സ് വഴി സെക്കൻഡറി ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ്, അതായത് ലീഫി സ്റ്റേജ് ഉണ്ടാകും. ഈ രീതിയിലാണ് മോസസിന്റെ ലൈഫ് സൈക്കിള് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പൊ ലിവർ ബഡ്സുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇവിടെ സ്പോർസ് ഡയറക്റ്റ് ആയിട്ട് ലീഫി സ്റ്റേജിലോട്ട് വരുന്നില്ല. സ്പോർസ് ഡെവലപ്പ് ചെയ്ത് ഒരു ഫിലമെന്റസ് ആൽഗയിലേക്ക് സ്ട്രക്ചറിലേക്ക് പോകുന്നു. ഈ ആൽഗയിലേക്ക് സ്ട്രക്ചർ നമ്മൾ എന്ത് വിളിക്കും? പ്രോട്ടോനീമ എന്ന് പറയും. ഇറ്റ് ഈസ് ദ പ്രൈമറി ഗാമറ്റോഫൈറ്റിക് സ്റ്റേജസ് ഓഫ് മോസസ്. ഇതിൽ ബഡ്സ് ഡെവലപ്പ് ചെയ്ത് ബഡ്സിൽ നിന്നാണ് സെക്കൻഡറി ഗാമറ്റോഫൈറ്റ് ആയ ലീഫി സ്റ്റേജ് ഉണ്ടാകുന്നത്. ഇവിടെ നോക്കിയേ, ശരിക്കും ലൈഫ് സൈക്കിളിനകത്ത് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജും സ്പോറോഫൈറ്റിക് സ്റ്റേജും എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സ്പോർസ് വരുന്നു, അതിനുശേഷം അതുപോലെ തന്നെ ഗാമേറ്റിന്റെ ഡെവലപ്മെന്റ്. ഇത് ഇത്രയും നമുക്ക് ഹാപ്ലോയിഡ് സ്റ്റേജ് ആയിട്ട് പറയാം. സൈഗോട്ട് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സൈഗോട്ടിന്റെ സ്പോറോഫൈറ്റ്, അതിന്റെ സ്ട്രക്ചറൽ വേരിയേഷൻ, ഇതെന്താണ്? ഡിപ്ലോയിഡ് സ്റ്റേജ് ആണ്. അപ്പൊ ഇവിടെ ലൈഫ് സൈക്കിളില് ഹാപ്ലോയിഡും ഡിപ്ലോയിഡും, അതായത് ഗാമറ്റോഫൈറ്റ്, ഇവിടെ നമുക്ക് സ്പോറോഫൈറ്റിക് സ്റ്റേജും കൂടെ ആൾട്ടർനേറ്റ് ചെയ്ത് വരുന്നു. ലൈഫ് സൈക്കിളിൽ എന്തുണ്ടെന്ന് പറയാം? ആൾട്ടർനേഷനും ജനറേഷൻ ഉണ്ട്. അതുപോലെ ലൈഫ് സൈക്കിൾ എന്താണ്? ഹാപ്ലോ ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ എന്ന് പറയാം. മനസ്സിലായോ? നമ്മൾ എന്ത് പഠിച്ച പ്ലാന്റ് ഗ്രൂപ്പ് ഏതായിരുന്നു? ബ്രയോഫൈറ്റ്സ് ആണ്. എവിടെ കാണുന്നു? മോയിസ്റ്റ് ഷെയ്ഡഡ് ഏരിയയിൽ കാണപ്പെടുന്നു. ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് ആണ്. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷന് വാട്ടർ ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു പറഞ്ഞു? ആംബിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് പറയും, അല്ലെ? രണ്ട് പ്ലാന്റ് ഗ്രൂപ്പ് ആണ് ബ്രയോഫൈറ്റ്സിൽ പഠിച്ചത്. ഒന്ന് ലിവർ ബഡ്സ്, മറ്റൊന്ന് മോസസ്. ലിവർ ബഡ്സിന്റെ എക്സാമ്പിൾ റിക്സിയ, മാർക്കാൻഷ്യ. മോസസിനകത്ത് വരുന്നത് പ്രധാനമായിട്ട് നമ്മുടെ ഫ്യൂണേരിയ, നമ്മുടെ നാട്ടിൻ പുറത്തെല്ലാം കാണപ്പെടുന്ന ആ സ്പോറോഫൈറ്റ് പാർട്ട് കൃത്യമായിട്ട് മതിലൊക്കെ പറ്റി പിടിച്ച് കാണപ്പെടുന്ന ഒരു ബ്രിയോഫൈറ്റ് ആണ് മോസസിനകത്ത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കാണപ്പെടുന്ന ഫ്യൂണേരിയ, ഇതുകൂടാതെ സ്ഫാഗ്നം, പോളിട്രിക്കം തുടങ്ങിയ സ്പീഷീസ് ഉണ്ട്. പ്രോമിനന്റ് പ്ലാന്റ് ബോഡി ഗാമറ്റോഫൈറ്റ് ആണെന്ന് പറഞ്ഞു. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. എന്നാൽ ലിവർ ബഡ്സിനകത്ത് സെക്ഷൽ ബഡ്സിന്റെ ഡെവലപ്മെന്റ് ഉണ്ട്. റിസെപ്റ്റക്കിളിനുള്ളിൽ പാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ആയിട്ട് റിസെപ്റ്റക്കിൾ ഫോം ചെയ്യും. അതിനുള്ളിൽ എന്താണ്? ബഡ്സ് ഡെവലപ്പ് ചെയ്യും. ജെമ്മ എന്ന് പറയും. ജെമ്മ ഉണ്ടാകുന്ന ആ റിസെപ്റ്റക്കിളിന് ജെമ്മ കപ്സ് എന്ന് പറയും. അപ്പം സെക്ഷൽ ബഡ്സ് വഴി അവിടെ എന്ത് ചെയ്യുന്നു? പ്രജനനം നടക്കുന്നു, റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ അതിൽ നിന്നും സെക്ഷൽ റീപ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ പറഞ്ഞു. അതുപോലെ മോസസിനകത്തും പൊതുവെ രണ്ട് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ഉണ്ട്. പ്രൈമറി ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് പ്രോട്ടോനീമയാണ്. അതിന് ബഡ്സ് ഉണ്ടായി. ബഡ്സിൽ നിന്ന് സെക്കൻഡറി ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ആയ ലീഫി സ്റ്റേജ് ഉണ്ടാകും. റീപ്രൊഡക്ഷൻ പറയുമ്പോൾ രണ്ടിനകത്തും മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രഡിയം, ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയം. മെയിൽ ഗാമേറ്റ് ആന്ത്രോസൂയിഡ്സ്, ഫീമെയിൽ ഗാമേറ്റ് എഗോറോവം. ഫെർട്ടിലൈസേഷന്റെ ഫലമായി ഡിപ്ലോയിഡ് സ്റ്റേജ് സൈഗോട്ട്. സൈഗോട്ട് എന്തായിട്ട് മാറുന്നു? സ്പോറോഫൈറ്റ് ആകുന്നു. ഫൂട്ടും സീറ്റായും ക്യാപ്സ്യൂളും ഉണ്ടാകുന്നു. ക്യാപ്സ്യൂളാണ് ഫങ്ഷണൽ പാർട്ട്. ക്യാപ്സ്യൂളിനകത്ത് എന്ത് സംഭവിക്കുന്ന? റിഡക്ഷൻ ഡിവിഷൻ നടന്ന് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാകും. ഇവിടെ വരെ എല്ലാത്തിലും ഒരുപോലെയാണ്.
പ്രോസസ്സ് വരുമ്പോൾ നമ്മൾ പറയും സ്പോർട്സ് ഡെവലപ്പ് ചെയ്ത് പ്രൈമറി ഗാമറ്റോഫേറ്റ് സ്റ്റേജ് ആയ പ്രോട്ടോനീമ ഉണ്ടാകുന്നു. പ്രോട്ടോനീമയിൽ ബഡ്ഡിംഗ് സംഭവിച്ച് സെക്കൻഡറി ഗാമറ്റോഫേറ്റ് സ്റ്റേജ് ആയ ലീഫി സ്റ്റേജ് ഉണ്ടാകും. ലിവർ ബഡ്സിലാണെങ്കിലോ സ്പോർട്സ് ഡയറക്റ്റ് ആയിട്ട് ഗാമറ്റോഫേറ്റ് ആവുകയാണ് ചെയ്യും. അപ്പൊ ലൈഫ് സൈക്കിള് വരച്ചു പഠിക്കുക. ലൈഫ് സൈക്കിള് വരച്ചു പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും മറക്കത്തില്ല. വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രൂപ്പ് ആണ്. പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ടത് ആംബിബിയൻസ് ഇൻ ദ പ്ലാന്റ് കിങ്ഡം. പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിച്ചു വയ്ക്കുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.